ഇനി ക്ലച്ച് ഓഫ് ചെയ്യൂ. മതി. മുന്നോട്ട് നോക്കി ഓടിക്കൂ. എന്നെ നോക്കണ്ട, മുന്നോട്ട് നോക്കി ഓടിക്കൂ. അതാ ഇൻഷുറൻസ് ഇല്ലാത്ത കഴിവ് കുറുകെ കടന്നു. ബ്രേക്ക് 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 ബ്രേക്ക്. ഇനി റിവേഴ്സ് ഗിയർ ഇട്ട് വണ്ടി പുറമോട്ട് എടുക്കൂ. ക്ലച്ച് ഔട്ടു. മിസ്റ്റർ ഷൺമുഖം, എടാ ക്വാർട്ടറെ എന്താ സാറേ? ഇറങ്ങി ബാക്ക് നോക്കടാ. റെഡിയാ സാറേ. ആശാനെ ബാക്കല്ലേ നോക്കേണ്ടത്? അതേടാ. മിനി ക്ലച്ച് ഓഫ് ചെയ്ത് റിവേഴ്സ് ഗിയർ ഇടൂ. അടി അടി അടി. നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചടുക്കും. ഇങ്ങനെയാണോ ഞാൻ റിവേഴ്സ് ഗിയർ ഇടാൻ പഠിപ്പിച്ചെന്ന്? ഇതാ നോക്കൂ. എടാ ബാക്ക് ഓക്കെ ആണോ? ബാക്ക് ഓക്കെ ആണ് ആശാനെ. പോരട്ടെ. ബാക്ക് ഓക്കെ, ബാക്ക് ഓക്കെ, ഡബിൾ ഓക്കെ. പോരട്ടെ, ഇങ്ങനെ പോരട്ടെ. ബാക്ക് ഓക്കെ, ബാക്ക് ഓക്കെ. മുട്ടി. അയ്യോ ബമ്പർ. ഞാൻ നന്നായിട്ട് മുട്ടി നിൽക്കുന്ന ആശാനെ. ഇനി 1 ഇഞ്ച് പോലും പിന്നോട്ട് വരില്ല. നിന്നോട് ബാക്ക് ഓക്കെ ആണല്ലേ പറഞ്ഞു? നീ എവിടെയാ നോക്കിയത്? ബാക്കിൽ തന്നെയാണ് നോക്കിയത് ആശാനെ. ഓക്കെ ആയിരുന്നു. അയ്യോ അടിക്കരുത്. വണ്ടി നന്നാക്കിയതാ. ബെന്നി, ഈ ബൈക്ക് എന്താ? കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഉടനെ ഒരു മെക്കാനിക്കിനെ വിളിച്ചില്ലെങ്കിൽ കൊച്ചമ്മമാരെല്ലാം കൂടെ എന്നെ ബ്രേക്ക് ഡൗൺ ആക്കും. ഉണ്ണേട്ട എനിക്ക് ഓഫീസ് പോകണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ബെന്നി, ഈ ബൈക്ക് എന്താ? എനിക്ക് ഓഫീസ് പോകണ്ടേ? എന്റെ ഓഫീസ് പൂട്ടും. പിന്നെ ഉണ്ണേട്ട പോ. എനിക്ക് വേണ്ടി കൊച്ചമാർക്ക് ഓഫീസിൽ പോകാനുള്ള. കൊച്ചമാരെടുത്ത് പോകാൻ പറ. കൊച്ചമാർ എങ്ങോട്ട് പോകും? പിന്നെ ഞാനെന്ത് ചെയ്യും? വീട്ടിൽ പോ. ആഹാ, ഷൺമുഖം കൈവച്ചപ്പോ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. അത് പിന്നെ ഉണ്ണിയാശാനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഞാനല്ലേ. ഒരു കണക്കിന് ഉണ്ണി എന്റെ ശിഷ്യനാ. ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കോ? ഓക്കേ. ഒന്ന് സഹായിക്കട്ടെ ഉണ്ണേട്ട. ഞാനിന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പോകുന്നു. ഇനി കുഴപ്പമില്ലല്ലോ. അയ്യോ, ഇനിയാണ് കുഴപ്പം. ആ ഷൺമുഖ എൽബോർഡാണ്. പുറകെ വിട്ടില്ലെങ്കിൽ 3 കൊച്ചമ്മമാരുടെ ജീവന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഉണ്ണേട്ട എനിക്ക് ഓഫീസിൽ പോകണം. എനിക്ക് ഓഫീസിൽ പോകണ്ടേ? ഓഫീസിൽ പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പോകേണ്ടി വരത്തില്ല. ഒരിക്കലും പോകണം. ഉണ്ണേട്ട അവിടെ നിൽക്കാൻ. I didn't say major babes, Johnny. I said majorist babyum. വണ്ടിക്ക് 1500 രൂപയുടെ പണിയായി. നാളെ രാവിലെ 10 മണിക്ക് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാശ് എത്തിച്ചോളണം. എനിക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. ഞാൻ പറഞ്ഞ പോലെ കേട്ടോ? കേട്ടോന്ന്. ജിന്നു, ആ ടിവിയുടെ വോളിയം കുറയ്ക്കേ. നാളെ രാവിലെ എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ വണ്ടി എന്റെ മൊത്തം പോയി കിടക്കുക. അതെ, വണ്ടി എടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. കണ്ട കൊച്ചമ്മമാരെ തൊട്ടുരുമി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ അല്ല. നീ എന്നെ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുത്. ഞാനൊരു ഡ്രൈവിംഗ് കോളേജിന്റെ ഓണറാണ്, അറിയോ? ടാറ്റയും ബിർളയും ഒന്നും അല്ലല്ലോ. താൻ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ തന്റെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും. ഇവിടുന്ന് തമാശ പറയാതെ. അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ദൈവമേ. എടാ ബെന്നി, ഒന്നുമില്ലല്ലോ. ഞാനും നിന്റെ അളിയനും പെങ്ങളുമായിട്ട് എത്ര കാലം കഴിച്ചതാ. അതെന്താ കാലത്തിന് ഇത്ര നീട്ടം? അതെ, ഒരു കോട്ടുവാ ക്രോസ് ചെയ്താ. ഇങ്ങനെ നിന്നാ മതിയോ? കുഞ്ഞുങ്ങൾക്ക് വിശക്കത്തില്ലയോ? കൂടുതൽ സൂചിപ്പിക്കല്ലേ. ഒരു കാര്യം ചെയ്യും, ഈ ചപ്പാത്തിയും ഈ കറിയും വേഗം കൊണ്ട് ടേബിൾ പോയി. അതങ്ങ് പള്ളി. പെട്ടി വിഴുങ്ങു കുഞ്ഞുങ്ങളെ. അയ്യേ, ചപ്പാത്തിയോ? എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. 3 പേർക്കും വേണ്ടേ? വേണ്ട വേണ്ട. ചാച്ചാ ചാച്ചാ, ഞങ്ങൾക്ക് ഒന്നും തരാതെ ഉണ്ണിയങ്ങളെല്ലാം കഴിക്കാം. അത്രക്കായ വാ. തനിക്ക് വെട്ടിവെഴുകാനല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ഭക്ഷണമല്ലേ, വെറുതെ കളയണ്ടെന്ന് കരുതി. ആണോ? എണീക്കണോ? എണീക്കാൻ. ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാ. അയ്യോ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, പച്ചക്കള്ളം പറയാ. ഇത് വിളിച്ച കേട്ടോ? പോടാന്ന്. പോടോ. നാണമില്ലല്ലോടെ മൂത്ത് അരച്ചിട്ട് പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കാൻ. നിങ്ങൾ അവിടെ ഇരിക്കും. വാ കഴിക്കും. അതിപ്പോ അങ്ങനെ കഴിക്കണ്ട, വായു ഭക്ഷിച്ചാ മതി. സക്സസ് ആശാനെ, സക്സസ്.
ഫസ്റ്റ് ബോൾ ഇടാനറിയാത്ത നമ്മളെ ഡോക്ടറെ ഭാര്യ ഇന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്ത് വിട്ടിട്ട് എന്നോട് ചോദിക്കാ ഇനി ഞാൻ ഏതാ ഇടാനുള്ളതെന്ന്. ഞാൻ എന്താ പറയുക? നമ്മളെ ഓമന ചേച്ചിന്ന് എല്ലെടുത്തു, എല്ലല്ല എച്ചെടുത്തു. പക്ഷെ ഞാൻ കുറെ പാടുപെട്ടു. അയ്യോ, ആശാന്റെ മുഖത്ത് എന്താ ഒരു പാട്? കഷ്ടപ്പാട്. കണ്ടു നീരില്ലേ? ഇപ്പൊ നിന്റെ മുഖത്ത് എന്ത് പറ്റി? അടിപറ്റി. അതാ എനിക്ക് പറ്റിയത്. നീ പോയ ടയർ 4 ഒഴിച്ച് മുറി കൊണ്ടുവയ്ക്കടാ. പോടാ. എന്തെങ്കിലും നാളെ ഏർപ്പാടാസനെ ഈ കാണിക്കുന്നത്? ആ CC കാരുടെ കാശം കൊടുത്തൂടെ? ഇത് വെറും തെണ്ടിത്തരായിപ്പോയി. വൈകിട്ട് ഇറക്കണം, രാവിലെ കയറ്റണം. രണ്ടും കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ പാഷാണത്തിലെ കൃമി, അഴിച്ചു വെക്കടാ. ആശാന്റെ മുഖത്ത് തന്നെ ഷേവ് ചെയ്ത് പഠിക്കണോ? അയ്യോ കഷ്ടം. ഇങ്ങനെ ഒരു പാതാളക്കരണ്ടി ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നത്. ആരാ അത്? വേറെ ഒന്നും എടുത്തെറിയാൻ കണ്ടില്ലേ സുലു? ഇന്നത്തെ കാര്യങ്ങൾ ഇനി നന്നായാ മതിയായിരുന്നു. വേഗം എടുത്ത് കഴിക്കും, പിള്ളേരിപ്പൊ കയറി വരും. കുസൃതികളാ. സുലു, എന്ത് നോട്ടമായി നോക്കുന്നേ? ഇന്നലെ ഞാൻ വാങ്ങിച്ചു തന്ന മാല എന്തി? അത് ഞാൻ ഒരു പെട്ടി വെച്ചു. കാറിന്റെ CC അടയ്ക്കാനുള്ള കാശ് കൊണ്ട് വാങ്ങി തരുന്ന കഴുത്തി തന്നെ ഇട്ടേക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച വള വാങ്ങിച്ചു വന്നപ്പോഴും CC. എന്തിനാ എപ്പോഴും CC എന്ന് പറയുന്നേ? പറയാതെ എന്ത് ചെയ്യും സുലു? CC അടയ്ക്കാതെ ഇത് 10ാം മാസമാ. അവന്മാര് കാർ എടുത്തോണ്ട് പോയിരിക്കാൻ വേണ്ടിയാ 4 ടയർ ഊരി ദേ ഇവിടെ വെച്ചിരിക്കുന്നു. ഓ ചേട്ടാ, എല്ലാം എനിക്ക് വേണ്ടിയല്ലേ? പിന്നെ അപ്പൊ ഞാൻ പോട്ടെ, ചേട്ടാ എടുത്ത് കുടിക്കൂ. എപ്പോഴും എവിടെ എന്തിന് ഏതിന് ഉടക്കും തട്ടും മുട്ടും ആയിപ്പോയി എന്റെ ജീവിതവും കാറും. ആശ്രയം. അതിനല്ലേ ചേട്ടാ ദിവസവും പാലും മുട്ട എന്തെന്ന് ഞാൻ ചേട്ടനെ നോക്കുന്നത്. ആ എനർജി മുഴുവൻ കാറ് തള്ളി തീർക്കാനാണ് എന്റെ വിധി. ചേട്ടാ പോയി വേഗം 3 കഴി പാലെടുത്ത് കുടിക്കും. ഇപ്പൊ ഞാൻ പോട്ടെ ചേട്ടാ. പ്രണയനിലക്കളി, നീ ഒരു സഹാന പാട്. ഈ മൂടി തന്നെ റെഡിയായിക്കളാ. ലൂന്റെ വിളിയാണല്ലോ, പിള്ളേരതിനെ കൊന്നോ? ഒന്നൂടെ പോണം. വേണ്ട. എന്താ എന്താ? സുലു വേണ്ട. അയ്യോ നിൽക്കാനാ പറഞ്ഞത്. ആഹാ നിയന്ത്രിക്കേ. അയ്യോ ചേട്ടാ, നിൽക്കണവിടെ.
അയ്യോ എന്താ എന്ത് പറ്റി? എന്നെ കൊല്ലോ നിങ്ങള്. നിങ്ങളുടെ കാശ് വേണ്ട, ഒരു പിണ്ണാക്കം വേണ്ട. ഞാൻ എന്റെ പാട്ടിന് പോവാ.